കലാസ്വാദനത്തിന് കാഴ്ച പരിമിതി പ്രശ്നമല്ല. തിരുവനന്തപുരം ബാങ്ക് ജീവനക്കാരിയായ അജിതയ്ക്ക് കലോത്സവത്തിന്റെ വിവിധ വേദികളിലെത്തി പരിപാടികൾ ആസ്വദിക്കുകയാണ് കലാകാരി കൂടിയായ അജിത. രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കലോത്സവ വേദികളിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മോടൊപ്പം ഉള്ള ആള് കലോത്സവം ആസ്വദിക്കുകയാണ്. അജിതയാണ് നമ്മോടൊപ്പം ചേരുന്ന, പാലക്കാട് നിന്നുള്ള അജിത കലോത്സവ ആസ്വാദനത്തിനായി എത്തിയതാണ്. ഇന്ത്യൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. അജിതയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അജിത, നേരത്തെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു, അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണോ ഇങ്ങനെ കലോത്സവങ്ങളിലേക്ക് എത്തുന്നത്? അതെ സർ, തീർച്ചയായിട്ടും. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ആസ്വദിക്കാൻ വരുന്നത്. അപ്പോൾ അത് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നടന്നതുകൊണ്ടാണ് എനിക്കിത്ര സൗകര്യമായിട്ട് വരാൻ പറ്റിയത്. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഏതൊക്കെ വേദികളിലാണ് പോയത്? ഞാൻ കലോത്സവത്തിൻ്റെ സെക്കൻഡ് ഡേ ടാഗോർ തിയേറ്ററിൽ HSS വിഭാഗത്തിൻ്റെ നാടകം കേൾക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ ദിവസം സ്വാതി തിരുനാൾ കോളേജ് ആ ഒരു ഭാഗത്ത് 2-3 സ്റ്റേജുകളിൽ അറബി കലോത്സവം നടക്കുന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വന്നു. പിന്നെ ഇന്നലെ നിർമ്മല ഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥാപ്രസംഗം കേട്ടു. ഇന്നും ഇപ്പോൾ കഥാപ്രസംഗം കേട്ടു. ഇനി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങളൊക്കെ അത്യാവശ്യം വിലയിരുത്താനും കഴിയും. എങ്ങനെയാണ് ഈ കണ്ട മത്സരങ്ങളെയൊക്കെ കേട്ട മത്സരങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സത്യത്തിൽ നമ്മൾ സാധാരണ സ്റ്റേജ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഈ ശബ്ദകലകളാണ് ഈ കഥാപ്രസംഗവും നാടകവും ഒക്കെ. പക്ഷേ പല സമയങ്ങളിലും നമുക്ക് പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആവാത്ത അവസ്ഥയുണ്ടായിരുന്നു. കാരണം മറ്റു ശബ്ദകോലാഹലങ്ങൾക്കിടയിലൊക്കെ പെട്ട് പറയുന്ന വാക്കുകൾ കൃത്യമാവാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് വ്യത്യസ്തമായ വിഷയങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ എന്താണ് അവതരിപ്പിച്ചിരുന്നത്? നേരത്തെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു പറഞ്ഞു, ഏതെങ്കിലും ഓർമ്മയുണ്ടോ നമുക്ക് വേണ്ടി? ലൈറ്റ് മ്യൂസിക്, കവിത, ഗ്രൂപ്പ് സോങ്, ദേശഭക്തി ഗാനം, കഥാപ്രസംഗം ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് മ്യൂസിക് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് ആലപിക്കാമോ? അന്നത്തെ ഓർമ്മയുണ്ട്. പൂക്കളെ സ്നേഹിച്ച പെൺകിടാവേ, പൂവുകൾക്കുള്ളിൽ നീ മാഞ്ഞതെന്തേ, പൂവാങ്കുരുന്നില പോലെ നിന്നെ കണ്ടു ഞാൻ മോഹിച്ചു നിന്നതല്ലേ. വേറെ ഏതെങ്കിലും അറിയാവുന്ന കവിതകളുണ്ടോ? ഉണ്ടെങ്കിൽ വേറെ വന്നാലും വസന്തമേ, ജീവിത വസന്തമേ, വന്നാലും വിരിയട്ടെ പൂവുകൾ നീളെ, നാളത്തെ ചരിത്രങ്ങൾ, നാടിൻ്റെ ചരിത്രങ്ങൾ നാം ഒത്തു രചിക്കുമാ പൂവുകൾ നോക്കി, താരകൾ മറയവേ ദൂരെയാ കിഴക്കിൻ്റെ താമരക്കുളമൊന്നു ചിരിച്ചു പോയി. ഇതാണ് അജിതയെ പോലുള്ള എല്ലാവരുടെയും, എല്ലാ വിഭാഗം ആളുകളുടെയും ആഘോഷം കൂടിയാണ് കലോത്സവം. അത് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയണം. ഇത്തരത്തിലുള്ള ആസ്വാദനത്തിലൂടെയാണ് കലകൾക്ക് വളർച്ചയും ഉണ്ടാകുന്നത്. ക്യാമറമാൻ അമർജിത്തിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.